ചോദ്യങ്ങളുണ്ട്. കാരണം അടുത്ത സമയത്തുണ്ടായ സ്ഥിതിവിശേഷങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 2026 മോദിയെ മാറ്റുമോ RSS? ഇതാണ് ചോദ്യം. നിങ്ങൾ വായിച്ചോ എന്നറിയത്തില്ല. റോയിറ്റേഴ്സിൻ്റെ അകത്തൊരു ആർട്ടിക്കിൾ, ഒന്നിന് ഇന്ത്യൻ ഒറിജിനാണ് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. വെൽ റിസർച്ച്ഡ് ആണ്, കോട്ട് അൺകോട്ട് ആർട്ടിക്കിളാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2026 പകുതിയോടുകൂടി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കാൻ സാധ്യതയുണ്ട്. അത് ആർട്ടിക്കിൾ വന്നു 4-5 ദിവസം ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ പ്രസ്താവന കൊടുക്കുന്നു. അടുത്ത ഇലക്ഷനിലും മോദി ആയിരിക്കും ഇന്ത്യയെ നയിക്കുന്നത്, അന്നും മോദി ആയിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി. കൗണ്ടർ. പിന്നീട് നമ്മൾ എടുത്തു നോക്കാം എന്തൊക്കെയാണ് കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഉണ്ടായ സംഭവ വികാസങ്ങൾ. പ്രധാനമായിട്ടും നോക്കേണ്ടത്, ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത്, BJPയുടെ നാഷണൽ വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഒരു ബീഹാറിൽ നിന്നും RSSുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ വരുന്നു. മനസ്സിലാക്കുക, കഴിഞ്ഞ 9 മാസം കൊണ്ട് BJPക്ക് പ്രസിഡന്റ് ഇല്ല. അപ്പൊ ഇയാൾ വന്നതാണ് പ്രശ്നമുണ്ടായത് RSSനകത്ത്. കാരണം അവരുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ, അവർ പറഞ്ഞൊരാൾ മഹാരാഷ്ട്രക്കാരനെ തഴഞ്ഞിട്ട് ബീഹാറിൽ നിന്നും ഒരു 45 വയസ്സുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്നു. ഇതാണ് ബേസിക്കലി RSS ഇത്രമാത്രം അജിറ്റേറ്റഡ് ആയത്. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അർണബ് ഗോസ്വാമി മാത്രമൊന്നുമല്ല മോദി ഗവൺമെന്റിനെതിരെയും BJPക്കെതിരെയും പറഞ്ഞിരിക്കുന്നത്. ഇപ്പുറത്ത് സുദർശൻ എന്നും പറഞ്ഞുകൊണ്ട് പക്ക RSSന്റെ ചാനലുണ്ട്, ഹാർഡ് കോർ. അവര് യോഗിക്കെതിരെയും മോദിക്കെതിരെയും ഇതേപോലെ മൈനിങ് ഇഷ്യൂ കയറിയെങ്കിൽ പിടിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ആരാവല്ലിയാണ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ മൈനിങ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ബില്യനെയർ ഗ്രൂപ്പ് തന്നെയാണ്. ഈ പറയുന്ന അഡാനി ഗ്രൂപ്പ് തന്നെയാണ്. അഡാനിയും മോദിയും തമ്മിലുള്ള ബന്ധം. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി അടുത്ത സംഭവം നോക്കുക. അമേരിക്കൻ വേർഷനുണ്ട് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട്, ഇന്ത്യൻ വേർഷനുണ്ട്, പാകിസ്ഥാൻ വേർഷനുണ്ട്. ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. അമേരിക്കയുടെ മീഡിയേഷനിൽ കൂടാണ് സീസ് ഫയർ ഉണ്ടായത്. ഇന്ത്യ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും കൂടെ സംസാരിച്ചപ്പോഴാണ്. പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ചു, ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു, ഓപ്പറേഷൻ സിന്ദൂർ ഈ പറയുന്ന വെടിനിർത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റിൽ ക്യാരി ഓൺ. പക്ഷെ നിങ്ങൾ നോക്കുക, അടുത്ത സമയത്ത് ഗവൺമെന്റുമായിട്ട് ബന്ധമുള്ള ഒരു അമേരിക്കൻ വേർഷന് അനുകൂലമായിട്ട് പറയാൻ തുടങ്ങി. എന്താണ് അമേരിക്കൻ വേർഷൻ? ട്രംപാണ് വെടിനിർത്തൽ. അതായത് കഴിഞ്ഞ സമയത്ത് ഒരു 5-6 ദിവസം മുമ്പ് വിക്കി ഗിൽ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ഒറിജിൻ ഉണ്ട്, അമേരിക്കൻ പ്രസിഡന്റിന്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ അഡ്വൈസറാണ്. ഇപ്പം ഇത് സീനിയർ പോസ്റ്റാണ് വാഷിങ്ടൺ DC. അതൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് സീനിയർ അഡ്വൈസറാണ്. അയാൾക്ക് മാർക്ക് റൂബിയോ, അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി, അയാൾക്ക് അവാർഡ് കൊടുക്കുന്നു. ഈ പറയുന്ന സീസ് ഫയർ നിർത്തിയത് ഇയാളുടെ കഠിന പ്രയത്നം കൊണ്ടാണ്. കാരണം ടോക്സ് എല്ലാം നടത്തി. മനസ്സിലാക്കണേ, വിക്കി ഗില്ല് സ്ഥിരമായിട്ട് ഇന്ത്യയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ്. പ്രധാനമായിട്ട് ഇന്ത്യൻ ബിസിനസ്സുകാരുമായിട്ടും അമേരിക്കൻ ബിസിനസ്സുകാരുമായിട്ടും പ്രസിഡന്റ് ട്രംപിന് വേണ്ടി അമേരിക്കയിലുള്ള ബിസിനസ്സുകാരെ ഇന്ത്യയിൽ കൊണ്ടുവരിക, അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊടുക്കുക, ഇതൊക്കെയാണ് പുള്ളിയുടെ ജോലി. അപ്പോൾ വിക്കി ഗില്ലിന് അവാർഡ് കൊടുക്കുന്നത്. അപ്പം വിക്കി ഗില്ലിന്റെ വേർഷൻ, അമേരിക്കൻ വേർഷൻ, അത് ശരിയാണെന്ന് പറയുമോ? ഇത്രയും മനസ്സിലാക്കുക, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഇത്രയും മാസമായി, ഇന്നും അതിൻ്റെ ഒരു വേർഷൻ എന്ത് വേർഷനാണെന്നുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഒരു കാര്യവും തുറന്നു പറയുന്നില്ല. പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടോ ഇല്ലയോ, എങ്ങനെയാണ് വാർ നിന്നത്? കാരണം ഒത്തിരി സംശയങ്ങളുണ്ട്. കാരണം സീസ് ഫയർ അനൗൺസ് ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാനൊന്നുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് അനൗൺസ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ ദിവസങ്ങൾ അയാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ ഒരക്ഷരം ഇപ്പം വേണ്ടുന്നില്ല, കംപ്ലീറ്റ് സൈലന്റ്. തിരിച്ചു വരാം. BJPയുടെ കുറച്ച് BJPയുടെ അനുകൂലികളാണ്, പക്ഷെ RSSന്റെ ആയിട്ട് ബന്ധമുള്ള പല ആൾക്കാരുണ്ട്. ബന്ധമെന്ന് പറയുന്നത് അവർക്ക് അവരുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണെങ്കിലും മറ്റുള്ളിടത്തും. ആനന്ദ രംഗരാജ് ഒരു റൈറ്ററാണ്, ഈ പറയുന്ന
RSSന്റെ ഒരു ഐഡിയലോഗാണ്, തമിഴ്നാടുകാരന്. അദ്ദേഹം അടുത്ത സമയത്ത് പലയിടത്തും, ഇത് ഒരു പ്രാവശ്യമൊന്നുമല്ല, കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കൊണ്ട് പലയിടത്തും മോദി ഗവൺമെന്റിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുവാണ് ഇയാള്. ഇപ്പൊ ബംഗ്ലാദേശികളുടെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഹിന്ദുക്കളെ അവിടുന്ന് കൊണ്ടുവന്നുകൂടാ, അതേപോലെ തന്നെ ഫെൻസിങ് UPA മൻമോഹൻ സിംഗിന്റെ സമയത്താണ് അത് കെട്ടാൻ സാധിച്ചത്. മോദി ഗവൺമെന്റ് അത് തൊടാൻ പോലും പറ്റിയിട്ടില്ല. അതേപോലെ മോദി ഗവൺമെന്റിനെ അതിശക്തമായ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു. പല കാര്യങ്ങളും കഴിഞ്ഞ 11 വർഷം കൊണ്ട് മോദി ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും ചെയ്തില്ല. അതായത് വെർട്ടിക്കലായിട്ട് ഇവർ തമ്മിലുള്ള സംഭവങ്ങൾ മറനീക്കി പുറത്തു വരുന്നു. ഇതാണ് ഉണ്ടായത്. അപ്പൊ അതിനകത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്രൈസ്തവർക്കെതിരെ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പല സംസ്ഥാനത്തും പ്രശ്നമുണ്ടാക്കി ആരുടെയും ബാക്കപ്പ് ഇല്ലാതെ ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്? ഒരിക്കലുമില്ല. കാരണം ഇപ്പം ഛത്തീസ്ഗഡിൽ റായ്പൂരിൽ മാഗ്നറ്റ് മോൾ അറ്റാക്ക് ചെയ്തു. ആദ്യത്തെ ദിവസം അവർക്ക് ജാമ്യം കിട്ടിയില്ല, 7 പേരെ അറസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം വീണ്ടും അവർക്ക് ജാമ്യം. അതിന് സീനിയർ ആയിട്ടുള്ള ലോയേഴ്സ് ഒക്കെയാണ് അപ്പിയർ ചെയ്യുന്നത്. ഇവരാരാണ്? ഇവരൊക്കെ RSSുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇതാണ് കാര്യം. അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, RSSും മോദിയും തമ്മിൽ അത്ര നല്ല ലോഹ്യമല്ല. RSSനെ മോദിയെ മാറ്റണമെന്ന് താല്പര്യം. കാരണം RSSന്റെ പ്രഭാവത്തിലല്ല മോദി അതിനേക്കാളും വലുതാകാൻ ശ്രമിക്കുന്നു. അത് RSSന് ഒരു കാരണവശാലും അവരുടെ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് മോഹൻ ഭാഗവത്, അതായത് RSSന്റെ ചീഫ്, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, ആകേണ്ടതില്ല. മോദി എവിടെങ്കിലും പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CAA പ്രക്ഷോഭകാലത്ത് ഡൽഹിയിൽ നടത്തിയ അദ്ദേഹത്തിന് വലിയൊരു മീറ്റിംഗ് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഒരിക്കലും ഹിന്ദു രാഷ്ട്രമാകത്തില്ല. ഒരു കാരണവശാൽ RSSന്റെ ചില ഹയർ ഹാൻഡ് ഉണ്ട്, അപ്പർ നേതാക്കളുണ്ട്, അവരാണ് നിയന്ത്രിക്കുന്നത്. അവരൊരു കാരണവശാൽ ഈ OBCയെ ബാക്ക്വേർഡ് ക്ലാസ്സിനെ ഈ പറയുന്ന പോലെ അക്സെപ്റ്റ് ചെയ്തൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സുബ്രഹ്മണ്യ സ്വാമി ജെഫ്രി എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് മോദിയുടെ പേര് പറഞ്ഞു? അയാൾ വെറുതെ വിളിച്ചു പറയുന്നു. അയാൾക്കും പിന്തുണ കിട്ടിയിട്ടുണ്ട്. കാരണം മോദിയെക്കാളും RSSുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു തമിഴ് ബ്രാഹ്മണനാണ് സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യ സ്വാമി അമേരിക്കയിൽ പോലും RSSന് വലിയ പ്രസൻസ് ഉണ്ടാക്കി കൊടുത്ത ആളാണ് പണ്ട്, ഇപ്പോഴല്ല നേരത്തെ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ പല ആവർത്തി ആദ്യം പറഞ്ഞിരുന്നു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കത്തില്ല ഞാൻ ഈ പറഞ്ഞ എന്തുവാണ് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. അവരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അവരുടെ കൂടുള്ളത് ഇപ്പോൾ RSS ആണ്. അതതിൻ്റെ കാര്യം. കാരണം BJPയെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം അമേരിക്കയിലുള്ള ഫണ്ട് റൈസേഴ്സ് ഒക്കെ എന്ന് പറയുന്നവര് അവര് റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. RSSന് ഒരു കാരണവശാലും ഈ പറയുന്ന ട്രംപുമായിട്ട് അകന്നു പോകാൻ താല്പര്യമില്ല. RSSന്റെ അജണ്ട എന്ന് പറയുന്നത് അജണ്ടയാണ്, റൈറ്റ് വിങ് അജണ്ട തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് RSSുമായിട്ട് ബന്ധപ്പെട്ടോ എന്നുള്ള സംശയമുണ്ട്. അല്ലെങ്കിൽ റോയിറ്റേഴ്സിൻ്റെ ആർട്ടിക്കിളൊന്നും കയറി വരുത്തുന്നില്ല. കാരണം വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ RSSന്റെ പല ബുദ്ധിജീവികളും മോദിക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നു, BJPക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നു. അവർ പറഞ്ഞു ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഒരു രാജ്യം പോകേണ്ടത്. പിന്നെ RSSന്റെ ഐഡിയലോഗ് ഇവർക്ക് ഹിന്ദു രാഷ്ട്രമാണ് ആവശ്യം. അപ്പം മനസ്സിലാക്കേണ്ടത് BJPക്കകത്ത് മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടി. ഇതൊക്കെ RSS ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരെക്കാളും മോദിയെ സപ്പോർട്ടാണ് കൂടുതൽ BJP സപ്പോർട്ടിനേക്കാളും. അതായത് പാർട്ടിക്കകത്ത് മോദി എന്ന് പറയുന്നതാണ് വലിയ സംഭവം. ഇപ്പോഴത്തെ BJPയുടെ പ്രസിഡന്റ് അമിത്ഷായും മോദിയും പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. അതായത് RSSും BJPയും തമ്മിലുള്ള BJPയും RSSും പ്രത്യേകിച്ച് മോദിയുമായിട്ടുള്ള ബന്ധം നല്ല പോലെ ഒലച്ചിലുണ്ടായി. അതിൻ്റെയാണ് സോഷ്യൽ മീഡിയയിൽ അധികവും. ഈ പറയുന്ന അർണബ് ഗോസ്വാമി അയാളെ കംപ്ലീറ്റ് ആയിട്ട് മോദി ഗവൺമെന്റ് വിഡ്രോ ചെയ്തു. കാരണം അവർ ബോയ്ക്കോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ സുദർശൻ ചാനൽ, ഇതൊക്കെ മോദി ഗവൺമെന്റിനെതിരെ BJPക്കും യോഗിക്കെതിരെയും വരുമ്പോൾ മനസ്സിലാക്കണം, ഒരു ബാക്കപ്പ് ഇല്ലാതെ ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല.
കാരണം ഞാൻ മീഡിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആരാവല്ലി ഇഷ്യൂ ആണെങ്കിലും കുൽദീപ് സെങ്കറിന്റെ ഇഷ്യൂ ആണെങ്കിലും മറ്റേത് ഇഷ്യൂ എടുക്കുവാണെങ്കിലും മനസ്സിലാക്കൂ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് അവർക്കൊരു ബാക്കപ്പ് വേണം. ഏതായാലും കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഒരു RSSന്റെ സൃഷ്ടിയായിട്ട് തന്നെ വന്നു എന്നുള്ളത് വളരെ കൃത്യമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് RSS ലീഡേഴ്സ് ശക്തമായ രീതിയിൽ മോദി എതിർക്കുന്ന ബംഗ്ലാദേശ് ഇഷ്യൂ ആണെങ്കിലും മറ്റു പല ഇഷ്യൂ ആണെങ്കിലും. കാരണം ഡയറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് മോദിയെയും അഡാനിയെയും ഈ പറയുന്ന അവരുടെ ഒരു കോക്കസ് ലോബിയാണ്. ഒരു കാര്യം പറയാം, വേറെ ആരും ഇറക്കണ്ട, RSS തന്നെ മോദി ഇറക്കാനുള്ള പ്ലാനുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് അർണബാണെങ്കിലും സുദർശൻ ചാനലാണെങ്കിലും RSSന്റെ ഇൻ്റലക്ച്വൽസും സോഷ്യൽ മീഡിയയിൽ മോദിക്കെതിരെ ഇത്രയും അട്ടഹാസം മുഴക്കുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്.